കച്ചവടത്തിൽ വലിയ ബുദ്ധിമുട്ടാണ്, ഒന്നും അങ്ങോട്ട് മുന്നോട്ട് പോകുന്നില്ല. അല്ലെങ്കിൽ എന്ത് ബിസിനസ് തുടങ്ങിയാലും ഒരു ഉയർച്ച കിട്ടുന്നില്ല. എത്ര പറഞ്ഞിട്ടും മക്കൾ അനുസരിക്കുന്നില്ല. രോഗം കാരണം ഉറങ്ങാൻ കഴിയുന്നില്ല. കടങ്ങൾ കാരണം വലിയ പ്രയാസത്തിലാണ്. സ്വലാത്ത് ഇതിനൊക്കെ പരിഹാരമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, സ്വലാത്ത് ചൊല്ലൽ പതിവാക്കിയവർക്ക് ലഭിക്കുന്ന അത്ഭുതകരമായ 10 നേട്ടങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്നവർക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത വലിയൊരു സൽക്കർമ്മമാണ് സ്വലാത്ത് ചൊല്ലുക എന്നത്. അള്ളാഹുവും മലക്കുകളും സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളും സ്വലാത്ത് ചൊല്ലണേ എന്ന് പരിശുദ്ധ ഖുർആനിൻ്റെ ആഹ്വാനമുണ്ട്. സ്വലാത്തിനെ പതിവാക്കിയ ആളുകളുണ്ട്. രാവിലെ സുബ്ഹ് നിസ്കാരത്തിന് ശേഷം, ഉറങ്ങാൻ കിടക്കുമ്പോൾ, നിസ്കാരങ്ങൾക്ക് ശേഷം, അങ്ങനെ ഓരോ ദിവസവും ഒരു നിശ്ചിത സമയം അല്ലെങ്കിൽ നിശ്ചിത എണ്ണം സ്വലാത്ത് ചൊല്ലൽ പതിവാക്കിയ ആളുകളുണ്ട്. അവർക്ക് ലഭിക്കുന്ന മനോഹരമായ 10 നേട്ടങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്ന ആളുകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നാളെ പാരത്രിക ലോകത്ത് ഹബീബായ മുത്തുനബിയെ കണ്ടുമുട്ടാനും അവിടുത്തെ കൂടെ ജീവിക്കാനും നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ആമീൻ എന്ന് കമൻറ്റ് ചെയ്യുക. പ്രിയമുള്ളവരെ, സ്വലാത്ത് ചൊല്ലുക എന്നത് നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും ഒരുപാട് പ്രതിഫലം കിട്ടുന്ന മനോഹരമായിട്ടുള്ള ഒരു സൽക്കർമ്മമാണ്. നിസ്കാരത്തിൽ സ്വലാത്തുണ്ട്, അത്തഹിയാത്ത് കഴിഞ്ഞാൽ സ്വലാത്തുണ്ട്, കുനൂത്തിൽ കഴിഞ്ഞാൽ സ്വലാത്തുണ്ട്. അങ്ങനെ സ്വലാത്തില്ലാത്ത ഒരു സൽക്കർമ്മം നമുക്ക് ചിന്തിക്കാനേ കഴിയില്ല. അത്രത്തോളം പ്രാധാന്യമുള്ള ഒരു സൽക്കർമ്മമാണ് സ്വലാത്ത് എന്ന് പറയുന്നത്. ആ സ്വലാത്തിനെ നിത്യമാക്കുക എന്നത് വലിയ പ്രതിഫലമുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഇന്ന് പറയുന്ന ഈ വീഡിയോയിൽ പറയുന്ന 10 ഗുണങ്ങൾ, 10 നേട്ടങ്ങൾ മനസ്സിലാക്കിയാൽ ഒരിക്കലും സ്വലാത്തിനെ ഒഴിവാക്കിക്കൊണ്ടൊരു ജീവിതം നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. പ്രിയമുള്ളവരെ, ഒന്നാമത്തെ കാര്യം, അസ്സലാത്തു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സബബുൻ ലിസവാലിൽ ഫഖരി. ഒന്നാമത്തെ കാര്യം തന്നെ നമുക്ക് ദുനിയാവിലുള്ള ഒരു നേട്ടമാണ്. സ്വലാത്ത് പതിവാക്കുന്നതിലൂടെ സവാലിൽ ഫഖരി, നമ്മുടെ ദാരിദ്ര്യം അകന്നു പോകുമെന്നതാണ്. വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ്, ജോലിയില്ല, കടങ്ങളാണ്, ഇങ്ങനെ ഒരുപാട് പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ഹബീബായ മുത്തുനബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ ദാരിദ്ര്യത്തിൽ നിന്ന് നമുക്ക് മോചനമുണ്ടാകും, നല്ല ജോലി കിട്ടും. മനസ്സറിഞ്ഞുകൊണ്ട് റബ്ബിൻ്റെ മുമ്പിൽ സ്വലാത്ത് ചൊല്ലിയിട്ട്, പടച്ചോനെ ഒരുപാട് കടങ്ങളുണ്ട്, അള്ളാഹുവെ നല്ല ജോലി നൽകണേ അല്ലാ, സാമ്പത്തിക അഭിവൃദ്ധി നൽകണേ അല്ലാ, കച്ചവടത്തിൽ വിശാലത നൽകണേ അല്ലാ. ഇങ്ങനെയുള്ള സാമ്പത്തികമായ പ്രയാസങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, സാമ്പത്തിക ഞെരുക്കങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, സ്വലാത്ത് ചൊല്ലിയിട്ട് റബ്ബിൻ്റെ മുമ്പിൽ കൈമലർത്തിയിട്ട് പ്രാർത്ഥിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കൈവിടില്ല. ഇദാ തുക്ഫ ഹമ്മക, നമുക്ക് വലിയ പ്രതിസന്ധി ഉണ്ട് എങ്കിൽ സ്വലാത്ത് ചൊല്ലുന്നതിലൂടെ നമ്മുടെ എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും, എല്ലാ ദാരിദ്ര്യവും അതിൽ നിന്ന് അകന്നു പോകും. ഇനി രണ്ടാമത്തെ കാര്യം, അസ്സലാത്തു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സബബുൻ ലിമഗ്ഫിറത്തി ദുനൂബ്, പാപങ്ങളിൽ നിന്ന് മോചിതനാവാനുള്ള ഒരു അവസരമാണ് സ്വലാത്ത് ചൊല്ലുക എന്നത്. ഒരുപാട് പാപങ്ങൾ നമ്മൾ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. ചെറുത് ചെയ്തിട്ടുണ്ട്, വലുത് ചെയ്തിട്ടുണ്ട്, അറിഞ്ഞു ചെയ്തിട്ടുണ്ട്, അറിയാതെ, രഹസ്യമായി, പരസ്യമായി. എന്നാൽ അതിനൊക്കെ നമ്മൾ ചെയ്യുന്ന ഒരു വലിയ സൽക്കർമ്മമാണ് മഗ്ഫിറത്ത് എന്ന് പറയുന്നത്, ഇസ്തിഗ്ഫാർ എന്ന് പറയുന്നത്. ഈ ഇസ്തിഗ്ഫാർ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചാൽ മാത്രമേ നമുക്ക് പാരത്രിക ലോകത്തിൽ രക്ഷയുള്ളൂ. ഈ രക്ഷ ലഭിക്കണമെങ്കിൽ വയുഗ്ഫറു ലക ദംബുക്, നിങ്ങളുടെ പാപങ്ങളൊക്കെ പുറത്തു തരും സ്വലാത്ത് പതിവാക്കുന്നതിലൂടെ. ഒരു ദിവസത്തിൽ 10 സ്വലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലെങ്കിൽ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും ഒരു 3 സ്വലാത്ത് പതിവാക്കുക. അങ്ങനെ സ്വലാത്തിനെ ശീലമാക്കി കഴിഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ആ മഹബ്ബത്തിനെ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ചെറുതും വലുതുമായ പാപങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരും. ഒരുപാട് കാലമായി കണ്ണുനീരൊഴുക്കിയിട്ട് റബ്ബിൻ്റെ മുമ്പിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥനകൾക്കൊക്കെ സ്വീകാര്യത ലഭിക്കണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സ്വലാത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ പതിവാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ഇനി മൂന്നാമത്തെ കാര്യം, അസ്സലാത്തു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സബബുൻ ലിതഫ്രീജിൽ ഹുമൂമി, എല്ലാ ആശങ്കകളും അതുപോലെ മാനസിക പ്രയാസങ്ങളും നീങ്ങാനുള്ള ഒരു കാരണമാകും സ്വലാത്ത് ചൊല്ലുക എന്നതാണ്. ഒരുപാട് മാനസിക പ്രയാസത്തിലൂടെ കടന്നു പോകുന്നത്, കച്ചവടത്തിൽ വലിയ ബുദ്ധിമുട്ടാണ്, ഒന്നും അങ്ങോട്ട് മുന്നോട്ട് പോകുന്നില്ല. അല്ലെങ്കിൽ എന്ത് ബിസിനസ് തുടങ്ങിയാലും ഒരു ഉയർച്ച കിട്ടുന്നില്ല. എത്ര പറഞ്ഞിട്ടും മക്കൾ അനുസരിക്കുന്നില്ല. രോഗം കാരണം ഉറങ്ങാൻ കഴിയുന്നില്ല. കടങ്ങൾ കാരണം വലിയ പ്രയാസത്തിലാണ്.
സ്വലാത്ത് ഇതിനൊക്കെ പരിഹാരമാണ്. എല്ലാ മാനസിക സമ്മർദ്ദങ്ങൾക്കും നമുക്ക് എന്തുണ്ടായിട്ടും കാര്യമില്ലല്ലോ, മനസ്സിന് സമാധാനമാണല്ലോ നമുക്ക് വേണ്ടത്. സ്വലാത്തിനെ പതിവാക്കിയാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ എല്ലാ ദുന്യവിയായ പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കും മാനസിക പ്രശ്നങ്ങൾക്കുമൊക്കെ സമാധാനം നൽകുന്ന ഒരു വലിയ സൽക്കർമ്മമാണ് സ്വലാത്ത് ചൊല്ലുക എന്നത്. ഇനി നാലാമത്തെ കാര്യം, അസ്സലാത്തു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സബബുൻ ലിറഫഇ ദറജാതി, നമ്മുടെ പദവികൾ ഉയർത്തപ്പെടാൻ അത് കാരണമാകും. നാളെ സ്വർഗത്തിൽ ഉന്നതമായ പദവി ലഭിക്കുക എന്നത് വലിയൊരു സൗഭാഗ്യമാണ്. മഹാന്മാരുടെ കൂടെ, അമ്പിയാക്കളുടെ കൂടെ, ഔലിയാക്കളുടെ കൂടെ, എന്തിനേറെ പറയുന്നു നമ്മൾ ചൊല്ലുന്നത് സ്വലാത്താണ്. ഹബീബായ മുത്തുനബിയുടെ കൂടെ സ്വർഗത്തിൽ താമസിക്കാൻ ഭാഗ്യം ലഭിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു സൗഭാഗ്യമാണ്. സ്വലാത്ത് ചൊല്ലുന്നതിലൂടെ, പതിവാക്കുന്നതിലൂടെ നമുക്ക് നാളെ പാരത്രിക ലോകത്ത് സ്വർഗത്തിൽ ഉന്നത സ്ഥാനം ലഭിക്കും. റഫഅല്ലാഹു ബിഹാ 10 ദറജാത്ത്. ഒരാൾ സ്വലാത്ത് ചൊല്ലുന്നതിലൂടെ, ഒരു സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അവൻ്റെ പദവി 10 അംശം കൂടുമെന്നതാണ്. ഓരോ സ്വലാത്തിലൂടെ ഇപ്പോൾ ഒരു 10 ചൊല്ലിയാൽ അവൻ്റെ പദവി 100 അംശം കൂടും. അങ്ങനെ ഓരോ ദിവസവും പതിവാക്കി കഴിഞ്ഞാൽ നാളെ പാരത്രിക ലോകത്ത് ഉന്നതരായ അള്ളാഹുവിൻ്റെ മഹാന്മാരോടുകൂടെയുള്ള സന്തോഷകരമായ സ്വർഗീയ ജീവിതം നമുക്ക് ലഭിക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇനി അഞ്ചാമത്തെ കാര്യം, അസ്സലാത്തു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സബബുൻ ലിഖുർബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഏറ്റവും വലിയ ഒരു പ്രതിഫലം എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അടുത്ത ആളാവാൻ നമുക്ക് കഴിയുമെന്നതാണ്. പരിശുദ്ധ ഇസ്ലാം എന്ന് പറയുന്ന അതിമഹത്തായ സന്ദേശം നമ്മിലേക്ക് എത്തിച്ചു തന്ന നമ്മുടെയൊക്കെ ചങ്കിലെ ചോരയായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മയെക്കാളും ബാപ്പയെക്കാളും മറ്റു സർവസ്വങ്ങളെക്കാളും ഹൃദയത്തോട് ചേർത്ത് പിടിക്കേണ്ട പ്രവാചകൻ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ആത്മീയമായ ഒരു അടുപ്പം സ്വലാത്ത് ചൊല്ലുന്നതിലൂടെ നമുക്കുണ്ടാകും. അഖ്റബുക്കും മിന്നി അക്സറുക്കും അലയ്യ സ്വലാത്ത്. നിങ്ങൾ എന്നോട് ഏറ്റവും അടുത്തത് സ്വലാത്തിനെ വർദ്ധിപ്പിക്കുന്ന ആളുകളാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുന്നുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇനി ആറാമത്തെ കാര്യം, അസ്സലാത്തു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സബബുൻ ലിഖബൂലി ദുആഇ, പ്രാർത്ഥന സ്വീകരിക്കാൻ അത് കാരണമാകും. അതുകൊണ്ടാണ് മഹാന്മാർ പഠിപ്പിച്ചത് പ്രാർത്ഥനയുടെ തുടക്കത്തിലും അവസാനത്തിലും സ്വലാത്ത് ചൊല്ലണമെന്ന്. എപ്പോഴും നമ്മൾ ഏത് പ്രാർത്ഥനയാണെങ്കിലും, നിസ്കാരങ്ങൾക്ക് ശേഷമാണെങ്കിലും മുമ്പാണെങ്കിലും നമ്മൾ സ്വലാത്ത് കൊണ്ടേ പ്രാർത്ഥിക്കാവൂ. സ്വലാത്ത് കൊണ്ട് തുടങ്ങി സ്വലാത്ത് കൊണ്ട് അവസാനിപ്പിക്കണം. ഹംദും സ്വലാത്തും നിർബന്ധമാണ്. അപ്പോഴാണ് ആ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു സ്വീകാര്യത നൽകുകയുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ഹത്താ യുസല്ലി അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുമ്പോഴാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു സ്വീകാര്യത ലഭിക്കുകയുള്ളൂ. അപ്പോഴാണ് അതിന് ഒരു ഖബൂലിയത്ത്, ഒരു അവസാനത്തെ സിഗ്നേച്ചറാണ് സ്വലാത്ത് കൊണ്ടുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത്. അതുകൊണ്ട് സ്വലാത്ത് ചൊല്ലി പ്രാർത്ഥിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇനി ഏഴാമത്തെ കാര്യം, അസ്സലാത്തു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സബബുൻ ലിബറകതി ഫിൽ ഹയാതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ ബറക്കത്തുണ്ടാകും. നമ്മുടെ ആരോഗ്യത്തിൽ ബറക്കത്തുണ്ടാകും, സമ്പത്തിൽ ബറക്കത്തുണ്ടാകും, ആയുസ്സിൽ ബറക്കത്തുണ്ടാകും, നമ്മുടെ കുടുംബത്തിൽ ബറക്കത്തുണ്ടാകും. നമ്മൾ സ്വലാത്ത് ഇങ്ങനെ പതിവാക്കി കഴിഞ്ഞാൽ ഒരു ദിവസത്തിൽ ഒരു നിശ്ചിത എണ്ണം 10 ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഇബ്രാഹിമിയ സ്വലാത്താണെങ്കിൽ അങ്ങനെ, സ്വലാത്തുൽ ഫാത്തിഹ ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നമുക്ക് സാധാരണ ചൊല്ലാറുള്ള സ്വലാത്ത്, അങ്ങനെ ഏത് സ്വലാത്താണെങ്കിലും ആ സ്വലാത്ത് പതിവാക്കുക വഴി നമ്മുടെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാകും. ജീവിതത്തിൽ ബറക്കത്തുണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചു കാലേ ജീവിക്കുന്നുള്ളൂ എങ്കിലും ആ ജീവിതം വലിയ ഒരു ദുനിയാവിനും അതുപോലെ തന്നെ പാരത്രിക ലോകത്തിനും ഉപകരിക്കുന്ന ഒരു ജീവിതമായി മാറും. കുറച്ച് മാത്രമേ നമ്മൾ പ്രവർത്തിക്കുന്നു എങ്കിൽ ആ പ്രവർത്തനത്തിൽ വലിയ ബറക്കത്തുണ്ടാകും. കുറച്ച് മാത്രമേ നമ്മൾ അധ്വാനിക്കുന്നുണ്ടെങ്കിൽ ആ അധ്വാനത്തിൽ ബറക്കത്തുണ്ടാകും. നമ്മുടെ കയ്യിൽ കുറച്ച് സമ്പത്തുള്ളൂ എങ്കിൽ ആ സമ്പത്തിൽ ബറക്കത്തുണ്ടാകും. ഒരൊറ്റ മകനാണ് അല്ലെങ്കിൽ മകളാണെങ്കിൽ ആ മക്കളിൽ അല്ലാഹു ബറക്കത്ത് നൽകും. അപ്പോൾ വളരെ ചുരുങ്ങിയ കാര്യമാണെങ്കിലും അതിലൊക്കെ ബറക്കത്തുണ്ടാകും സ്വലാത്ത് പതിവാക്കുന്നതിലൂടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഇനി എട്ടാമത്തെ കാര്യം, അസ്സലാത്തു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സബബുൽ ലിഅർളി ഇസ്മിക അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ നമ്മുടെ പേര് എത്തുമെന്നതാണ്. ഇന്ന സ്വലാത്തക്കും മഅറൂലത്തുൻ അലയ്യ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, നിങ്ങൾ ചൊല്ലുന്ന ഓരോ സ്വലാത്തും 10 സ്വലാത്ത് നമ്മൾ ഇന്ന് ചൊല്ലിയാൽ ആ 10 സ്വലാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ വെളിവാക്കപ്പെടും. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയിച്ചു കൊടുക്കും. നമ്മൾ ഇന്നാലിൻ്റെ നാട്ടിൽ കേരളത്തിൽ
ഇന്നാലിന്ന ജില്ലയിൽ ഇന്നാലിന്ന സ്ഥലത്ത് ഒരു പാവപ്പെട്ട മനുഷ്യൻ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്, ആ സ്വലാത്തിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് അറിയിച്ചു കൊടുക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. അതുകൊണ്ട് സ്വലാത്ത് പതിവാക്കുക വഴി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയുന്ന, നബിയെ അറിയുന്ന ഒരാളായി മാറും. അതുകൊണ്ട് നമുക്ക് ശഫാഅത്ത് ലഭിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ സ്വർഗ്ഗം ലഭിക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇനി 9ാമത്തെ കാര്യം, അസ്സലാത്തു അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സബബുൻ ലിഹുസ്നിൽ ഖാത്തിമതി, അന്ത്യം നന്നാവുക, ഹുസ്നുൽ ഖാത്തിമ നന്നാവുക എന്നതാണ്. മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടെ ഹബീബായ മുത്തുനബിയുടെ ആ പൂമുഖം കണ്ട് മരിക്കാനുള്ള ഭാഗ്യം ലഭിക്കും. അതാണല്ലോ നമുക്ക് വേണ്ടത്. മരണസമയം നന്നാവുക എന്നതാണ്, മരിക്കുന്ന സമയത്ത് ഈമാൻ കിട്ടുക എന്നുള്ളതാണ്. സ്വലാത്ത് ഒരു മനുഷ്യൻ പതിവാക്കി കഴിഞ്ഞാൽ, എല്ലാ ദിവസവും കിടക്കുന്ന സമയത്ത് സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ, രാവിലെ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അവനക്ക് ലഭിക്കുന്നത് വലിയ സൗഭാഗ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഹുസ്നുൽ ഖാത്തിമ അവനക്ക് നൽകുമെന്നതാണ്. മരണസമയം നന്നാവുക എന്നുള്ളതാണ് ഒരു മുഅ്മിനിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയുന്നത്. കാരണം മരണം നന്നായാൽ ഖബർ നന്നാവും, ഖബർ നന്നായാൽ ഖബർ ജീവിതം നന്നാവും, ഖബർ ജീവിതം നന്നായാൽ നാളെ മഹ്ശറയിലും നന്നാവും, മഹ്ശറ നന്നായാൽ നാളെ അവനക്ക് സ്വർഗം കിട്ടും. അപ്പോൾ തുടക്കമാണ് മരണം എന്ന് പറയുന്നത്. അതിൻ്റെ ഏറ്റവും ആദ്യത്തെ തുടക്കം ഹുസ്നുൽ ഖാത്തിമയാണ്, നല്ല മരണം, കലിമ ചൊല്ലിയുള്ള മരണം, മുത്തുനബിയെ കണ്ടുള്ള മരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല റാഹത്തുള്ള മരണം നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ഇനി 10ാമത്തെ കാര്യം, അസ്സലാത്തു അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സബബുൻ ലിസ്വലാത്തില്ലാഹി അലൽ അബ്ദി, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സ്വലാത്ത് ചൊല്ലുമെന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മെൻമാൻ സ്വല്ല അലയ്യ സ്വലാത്തൻ സ്വല്ലല്ലാഹു അലൈഹി ബിഹാ അശറ, നമ്മൾ നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹു നമുക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലുമെന്നതാണ്. എന്താ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിൻ്റെ കരുണയാണ്, കാരുണ്യമാണ്, അനുഗ്രഹമാണ്. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ഒരാൾ സ്വലാത്ത് ചൊല്ലിയാൽ ഈ സ്വലാത്തിനെ നമുക്ക് പകരമായി അള്ളാഹു നൽകുന്നത് 10 സ്വലാത്താണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹിൻ്റെ സ്വലാത്ത് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാളും വലിയ ഉപരിയായിട്ടുള്ളൊരു കാര്യമുണ്ടോ? ഇല്ല. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മരണം വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്ന ആളുകളിൽ, അവിടുത്തെ മുഹിബ്ബീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. മരിക്കുന്ന സമയത്ത് ഹബീബിൻ്റെ പൂമുഖം കണ്ട് മരിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. മരിക്കുന്നതിന് മുമ്പ് അവിടുത്തെ തിരുറൗള സന്ദർശിക്കാനുള്ള ഭാഗ്യം നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.